കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന ഒരു സംവാദമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറുന്നത്. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ വെച്ച് സംവാദമൊക്കെ നടത്താൻ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ തുടങ്ങാറുള്ളൂ. ഏതായാലും ഒരുപക്ഷെ കേരളം ഇന്ന് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയത്തിലാണ് ആറന്മുള എന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ അബിൻ വർക്കിയും നമ്മുടെ മന്ത്രി കൂടിയായ വീണ ജോർജും ഒരു സംവാദത്തിൽ ഏർപ്പെട്ടത്. അതായത് അമേരിക്കയിലാണ് ഈ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൻ്റെ രീതിയുള്ളത്. പക്ഷേ കേരളത്തിൽ ഇത്തരം പ്രസിഡൻഷ്യൽ ഡിബേറ്റുകൾ ഈ ഇലക്ഷനെ ഒന്നും സ്വാധീനിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ആറന്മുളയുടെ ഒരു പ്രത്യേകത, ആറന്മുളയിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പങ്കെടുത്തില്ല. നിഷ്പക്ഷരായ വോട്ടർമാർ ഒരുപാട് പേരുണ്ട്. അവരെ പല തരത്തിൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഈ സംവാദം മാറിയിരിക്കുകയാണ്. വളരെ ശക്തരായ 3 സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നത്. മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. വീണ ജോർജ് ഒരു ഓർത്തഡോക്സ് സമുദായത്തിൻ്റെ വോട്ട് തനിക്ക് നേടാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ആറന്മുളയിൽ വീണ്ടും മത്സരിക്കുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് CPM നിർത്തുന്നത്. പക്ഷേ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെയുള്ള അബിൻ വർക്കിയെ നമുക്കറിയാം. അബിൻ വർക്കി വളരെ സത്യസന്ധമായ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന, ചാനൽ ചർച്ചകളിൽ നിലപാടുകളുടെ രാജകുമാരൻ, അതായത് പല ചാനൽ ചർച്ചകളിൽ ആർക്കും അബിൻ വർക്കിയെ തോപ്പിക്കാൻ പറ്റാത്ത നമ്മൾ കണ്ടതാണ്. കാര്യം അത് ഒരു നിലപാടും അത് ഒരു വിഷയത്തിൻ്റെ സമഗ്രതയിലേക്ക് അബിൻ വർക്കി അടങ്ങി ചെല്ലുന്നതൊക്കെയാണ്. ഇതിൻ്റെ കരുത്തിൽ തന്നെയാണ് അബിൻ വർക്കിയെ ആറന്മുളയിൽ ജയിപ്പിക്കാൻ കോൺഗ്രസ് കോപ്പ് കൂട്ടുന്നത്. പിന്നെ ഒരു വളരെ തീർത്തും സ്വാത്വികനായ ആറന്മുളയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കുമ്മൻ രാജശേഖരൻ. അദ്ദേഹം വേറൊരു തലത്തിലുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ഈ സംവാദങ്ങൾക്കപ്പുറത്ത് ജനങ്ങളോട് പോയിട്ട് അങ്ങനെ ഒരു വേറൊരു രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഇത്തരം ഒരു സംവാദത്തിന് പോവാതിരുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ സംവാദത്തിൽ ശരിക്കും പറഞ്ഞാൽ അബിൻ വർക്കി വീണ ജോർജിനെ വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ എനിക്കത് കാണുമ്പോൾ തോന്നിയത്. കുറച്ചു കാലം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തര വിവാദങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് വീണ ജോർജിൻ്റെ കാലത്ത്. അതിനു മുമ്പ് KK ശൈലജ ടീച്ചർ മികച്ചൊരു ആരോഗ്യമന്ത്രിയാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ PK ശ്രീമതി ടീച്ചറും മികച്ച മന്ത്രിയായിരുന്നു. PK ശ്രീമതി ടീച്ചറിൻ്റെ കാലത്താണ് വലിയ വികസനങ്ങൾ കേരളത്തിലുണ്ടായത്. പക്ഷേ ശൈലജ ടീച്ചറിൻ്റെ കാലത്ത് അത് കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അത് കഴിഞ്ഞാണ് വീണ ജോർജ് വരുന്നത്. തീർച്ചയായും എപ്പോഴും ശൈലജ ടീച്ചറും വീണ ജോർജും തമ്മിലുള്ള കമ്പാരിസൺ താരതമ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൽ പലപ്പോഴും വീണ ജോർജ് അസ്വസ്ഥമായിരുന്നു. പലതും ശൈലജ ടീച്ചറിൻ്റെ തലയിൽ വയ്ക്കാൻ ശ്രമിച്ചതായി ഇന്നലെ ആ കത്രിക സ്ത്രീയുടെ വയറ്റിൽ വെച്ച് മറന്നുപോയ സംഭവം പറഞ്ഞപ്പോൾ എൻ്റെ കാലത്തല്ല എന്ന് പറയുമ്പോൾ അബിൻ വർക്കി ഉടൻ തന്നെ ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞില്ല, എൻ്റെ കാലത്ത് മാത്രം എന്ന് പറഞ്ഞല്ലോ. അപ്പം അബിൻ വർക്കി പറയാണ് അത് ശൈലജ ടീച്ചറിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാനോ പ്രതിരോധിക്കാനോ ഒന്നും ഈ ആരോഗ്യമന്ത്രി ശ്രമിച്ചതായി നമ്മൾ ഒരിടത്തും കണ്ടില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന തരത്തിലേക്ക് ചർച്ച വരുന്നു. പക്ഷേ പിന്നീടാണ് അബിൻ വർക്കി കടന്നാക്രമണം നടത്തിയത്. കണ്ണൂരിലെ സംഭവം പറഞ്ഞു. അതിനൊന്നും വീണ ജോർജിന് മറുപടി. അബിൻ വർക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കഴുത്തിന് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റ ICUലായിരുന്ന ഒരു രോഗി രാത്രി കാറിൽ കയറി എങ്ങനെയാണ് പത്തനംതിട്ട വരെ കാറിൽ യാത്ര ചെയ്ത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ കേരളത്തിലെ റോഡുകൾ മികച്ചതാണെന്ന് പറയാൻ പോലും ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഈ റോഡുകളുടെ ഏറ്റവും ശോചനീയമായ അവസ്ഥയുടെ തെളിവ്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം ഒരു വശത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ഇങ്ങനെ അബിൻ വർക്കിയെ പോലൊരു നേതാവ് ഇത്തരം ഒരു പോയിന്റ് കൊണ്ടുവരുമ്പം വീണ ജോർജ് തീർച്ചയായിട്ടും പറയണ്ടേ റോഡുകളൊന്നും ഒരു പ്രശ്നമില്ല, റോഡുകൾ ഇങ്ങനെയുള്ള കഴുത്തിൽ പരിക്കുള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന തലത്തിലേക്കാണ് കേരളത്തിലെ റോഡ്. അമേരിക്കയിലെ കുട്ടി വന്നിട്ട് ഇവിടെ റോഡ് കണ്ട് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞ അങ്ങനെ പറയാൻ വീണ ജോർജിന് പറ്റുന്നില്ല എന്നുള്ളത് ആണ് ഈ ഇടത് സർക്കാരിൻ്റെ ഒരു റോഡുകളുമായി ബന്ധപ്പെട്ട പൊള്ളത്തനങ്ങൾ ചർച്ചയാകുന്ന ഒരു അവസ്ഥ. അങ്ങനെ വീണ ജോർജ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വീണ ജോർജിൻ്റെ ഭർത്താവ് മത്സരിക്കണ്ട എന്ന് പാർട്ടിയെ അറിയിക്കുന്നു. പിന്നീട് പാർട്ടി ഇടപെടുന്നു, വീണ ജോർജ് മത്സരിക്കുന്നു. അങ്ങനെ ഈ കണ്ണൂരിലെ അക്രമത്തിന് ശേഷം വീണ ജോർജ് തീർത്തും പ്രതിരോധത്തിലാണ്. നമ്മൾ ഓപ്പണായിട്ട് കാണുന്നില്ല ഒരിടത്തും. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ തീപിടുത്തം ഉണ്ടായി. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഒരിടത്തും പ്രതികരിച്ചതായിട്ടോ ബൈറ്റ് കൊടുത്തയച്ചോ ന്യായീകരിക്കാൻ വന്നതായിട്ടോ ഒന്നും കണ്ടില്ല. സാധാരണ അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഭർത്താവ് മത്സരിക്കേണ്ട എന്ന് പറയുകയും പിന്നീട് പാർട്ടി ഇടപെട്ട് മത്സരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഇവരെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണം നമുക്ക്. പക്ഷേ വ്യക്തിപരമായ അവർ ഈ പത്രസമ്മേളനത്തിൽ ഈ സംവാദത്തിലുടനീളം വീണ ജോർജ് വളരെ അസ്വസ്ഥയാണ് കാണപ്പെടുന്നത്. അവരെ ശരീരഭാഷ നമ്മൾ ശ്രദ്ധിച്ചില്ല അറിയാം. അവരാകെ അസ്വസ്ഥയാണ്. അവർ കൃത്യമായി അബിൻ വളരെ ഊർജ്ജസ്വലതയോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് അതേ നാണയത്തിൽ തിരിച്ച് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഭർത്താവ് മത്സരിപ്പിക്കരുതെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ വന്നതിന് ശേഷം, റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം, അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്ന് അവരുടെ ഭർത്താവ് പറഞ്ഞിട്ടുമില്ല. പിന്നീട് പാർട്ടി പറയുന്നതുകൊണ്ട് മത്സരിക്കട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്ത്രപരമായി വഴിമാറി. പക്ഷേ അതിനുശേഷം
ഈ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഭയങ്കര ഇതായിട്ട് വരികയോ പ്രതികരണങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇത്തരം ഒരു ചോദ്യം ഈ ഭർത്താവിനെ ഒഴിവാക്കാൻ കൂടിയായിരിക്കാം. എന്നാൽ അതിനുശേഷം തീർത്തും പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ഒരു ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ഈ ആരോഗ്യമന്ത്രിയാണ് അബിൻ വർക്കിക്ക് ഇന്നലെ സംവാദത്തിന് മുന്നിലേക്ക് വന്നത്. പക്ഷേ സത്യമായ വീണ ജോർജ് കുറച്ചും കൂടെ ഇതുകൊണ്ടാണ് ഈ സംവാദം അങ്ങ് ഒഴിവാക്കാമായിരുന്നു. അതെ, അവർ വരാതിരിക്കുന്നതായിരുന്നു രാഷ്ട്രീയപരമായി ബുദ്ധി. പക്ഷേ ഇത്തരം അബിൻ വർക്കിയെ പോലെ ഒരു വളരെ എന്താണ് ചർച്ചകളിൽ അല്ലെങ്കിൽ സംവാദങ്ങളിൽ നമ്മളിപ്പോൾ വി ഡി സതീശനെ പറയും. വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് യഥാർത്ഥത്തിൽ തോമസ് ഐസക്കിനെ മറ്റേ ചർച്ചയിൽ അതാണ് തോമസ് ഐസക്കിനെ പോലെ ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധനെ ഇതിൽ PhD ഉള്ള ഒരാളിനെ, സാമ്പത്തിക PhD ഉള്ള ഒരാളിനെ വളരെ കൃത്യമായി കണക്ക് സഹിതം നേരിട്ട് കട്ടയ്ക്ക് പിടിച്ചു നിന്നു. അദ്ദേഹം ആണ് ജയിച്ചത്, വി ഡി സതീശനാണ് ജയിച്ചത് എന്ന് പറയുന്നിടത്ത് സാധാരണ ഈ സാമ്പത്തിക ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നേരെ തോമസ് ഐസക് എപ്പോഴും ചെയ്യാറുള്ളത് അദ്ദേഹം സാമ്പത്തിക ജാർഗൻസ് എടുത്തങ്ങ് ഇടും. അപ്പം ഈ എതിരെ ഇരിക്കുന്ന ആൾ ഈ സാമ്പത്തിക ജാർഗൻസ് ഇതൊക്കെ എന്താണെന്നുള്ള പറയാനൊന്നും ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്നൊക്കെ പറയാനൊന്നും അറിയില്ലായിരിക്കും. അതിനുശേഷം നടന്ന ഒരുപക്ഷെ ഒരു രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു സംവാദവും അതിൻ്റെ പരിണിത ഫലമൊക്കെ ആയിരിക്കാം ഇന്നലെ കണ്ടത്. മാത്രമല്ല ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, വീണ ജോർജ് വേറെ രാഷ്ട്രീയക്കാരൻ, നേരത്തെ മാധ്യമപ്രവർത്തകയായിരിക്കും, ഇത്തരത്തിലുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. വളരെ അഗ്രസീവായിട്ട്, വെറുതെ അല്ല, വളരെ അഗ്രസീവായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുകയും ഒരുപക്ഷെ അന്ന് ഏറ്റവും മികച്ച അവതാരക അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുന്ന ഒരാളെന്ന് പേരെടുത്ത ഒരു വ്യക്തിയാണ് ഇന്നലെ. അത് തന്നെയാണ് അവരെ സ്ഥാനാർത്ഥിയാക്കാനും ഒക്കെ തന്നെ പ്രേരിപ്പിച്ചത്. അതെ. അപ്പോൾ ഇന്നലെ അബിൻ നേടിയ സംവാദ വിജയം എന്ന് പറയുന്നത് പണ്ട് തോമസ് ഐസക്കിനെതിരെ വി ഡി സതീശൻ നേടിയതിനോളം വരുന്ന ഒരു വിജയമാണ്. തീർച്ചയായിട്ടും ആറന്മുളയിലെ ജനങ്ങൾ ഈ സംവാദം ശ്രദ്ധിക്കും. അതിലുപരി കണ്ണൂരിലുണ്ടായ സംഭവങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ആക്രമിച്ച സംഭവങ്ങളുടെ പൊള്ളത്തനം അബിന് തുറന്നു കാട്ടാൻ പറ്റി എന്നുള്ളതാണ്. അത് പലതരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല TV ചർച്ചകൾ CPM-മാരും കോൺഗ്രസ്സുകാരും ഏറ്റുമുട്ടി പൊളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും അതിലെ പ്രധാനപ്പെട്ട കക്ഷിയെ കൊണ്ട് തന്നെ അതിന് കൃത്യമായ ഉത്തരമില്ല, അല്ലെങ്കിൽ അത് ഒരു പുകമറയായിരുന്നു, അത് എന്നെ വളഞ്ഞിട്ട് അങ്ങനെ ഒരു, അതായത് ഒരു ശാരീരിക ആക്രമണം അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു വെക്കാൻ വീണ ജോർജിന് പറ്റിയില്ല. തൻ്റെ ഭാഗം പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞതേയില്ല. അവിടെ അബിൻ വർക്കി സ്കോർ ചെയ്യുകയും ചെയ്തു, നന്നായി സ്കോർ ചെയ്തു അബിൻ വർക്കി. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് തന്നെ ആദ്യ റൗണ്ടിൽ അബിൻ വർക്കി മുൻകൈ അപ്പർ ഹാൻഡ് നേടിയിട്ടുണ്ട് എന്നുള്ള സംവാദ വിജയം. ഇനി ജനങ്ങളുടെ മനസ്സിലാര് ഈ സംവാദത്തിലൂടെ കയറുമെന്നുള്ളതാണ്. അവിടെ പക്ഷേ വേറൊരു ഘടകമുണ്ട്, ഇവർ തമ്മിൽ നേരിട്ടുള്ള മത്സരമല്ല നടക്കുന്നത്. അവിടെ ഒരു മൂന്നാം കക്ഷിയുണ്ട്, കുമ്മനം രാജശേഖരൻ. അതൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് ഒരു വിഷയം. അതെ, കുമ്മനം രാജശേഖരൻ. അപ്പം ഇവർ ഈ വീണ ജോർജും അബിൻ വർക്കിയും നേടാൻ പോകുന്നത് ഓർത്തഡോക്സ് സഭയുടെ വോട്ടാണ് എന്ന തരത്തിൽ പ്രചരണമുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന് വോട്ടുണ്ട്, അതെല്ലാം കിട്ടും. പക്ഷേ അങ്ങനെ കോമൺ പൂളിലുള്ളവർ ഈ സംവാദം സ്വാധീനിക്കും. അവർ ഒരു തീരുമാനം, വീണ ജോർജിന് വോട്ട് ചെയ്യണോ അബിൻ വർക്കിക്ക് വോട്ട് ചെയ്യണോ എന്ന് അവരൊരു തീരുമാനം എടുക്കുമ്പോൾ അബിന് വളരെ അനുകൂല ഘടകമായിട്ട് ഇത് മാറും. അതോടൊപ്പം തന്നെ നിഷ്പക്ഷര്, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷൻ, ഈ പയ്യൻ കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇന്നലത്തെ പത്തനംതിട്ട അതാണ്. ഒരുപക്ഷെ അബിൻ പത്തനംതിട്ട ജില്ലക്കാരനല്ല, അത് ഒരു കുറച്ചൊരു അപരിചിതനായിരുന്നിരിക്കാം, പക്ഷേ പിറവത്തിനടുത്താണ് വീട്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് താൻ ആരാണ്, ചാനൽ ചർച്ചകളിലൂടെ അബിൻ വർക്കി നമ്മളാരും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി തൻ്റെ എതിരാളി തന്നെ ഒരു സംവാദത്തിൽ നേരിട്ട് അപ്പുറം മേൽക്കൈ നേടാൻ കഴിയുക എന്ന് പറയുന്നത് അബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി. ഈ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിലെ ഒരു പ്രധാന ഡിസൈഡിങ് ഫാക്ടറായിട്ട് ഈ സംവാദം മാറുമെന്നുള്ളത് ഉറപ്പാണ്. അത് എനിക്ക് തോന്നുന്നത് പിന്നെ മന്ത്രി വീണ ജോർജ് അവർ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചർച്ചയിൽ. അവർ വല്ലാതെ അസ്വസ്ഥയാണ് അവരത്. ഭർത്താവ് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ വാർത്തകൾ വന്നതിന് ശേഷം അവരങ്ങനെ പൊതുസമൂഹത്തിൽ അത്ര സജീവമായി വരികയോ മാധ്യമങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ തീപിടുത്തം ഉണ്ടാവുകയും 32 രോഗികളെ ICU ഷിഫ്റ്റ് ചെയ്യുകയും 3 ദിവസത്തിനുള്ളിൽ തന്നെ അതിൽ 5 പേര് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതെ. എന്നിട്ട് പോലും അതിൽ ഒരു മരിച്ച ഒരാളുടെ വെന്റിലേറ്ററിലാണ് പുക വന്ന്, അങ്ങനെ അത്ര ഗുരുതരമായൊരു സംഭവം ഉണ്ടായിട്ട് പോലും വീണ ജോർജ് അതിനോട് ഇങ്ങനെ പണ്ട് കാര്യങ്ങൾ പ്രതികരിക്കുന്ന പോലെ പ്രതികരിച്ചില്ല. അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് പല നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ ഈ പ്രസ് ക്ലബ്ബുകളിലേക്കാണ് സാധാരണ നമ്മൾ സംവാദത്തിന് പലരും മടിക്കും. സംവാദത്തിന് പോകണ്ട എന്ന് വയ്ക്കും. പ്രത്യേകിച്ച് യുവതുർക്കികൾ മത്സരിക്കുന്ന സ്ഥലത്ത് മറ്റു കക്ഷികൾ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഒരു നിലപാടെടുക്കാൻ ഈ ഒരു സംവാദം കാരണം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നമ്മൾ കണ്ടതാണ്,
അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഈ ഇത്തരത്തിലുള്ള ഒരു അതെ, അബദ്ധങ്ങൾ കാണിച്ചിട്ടാണ് അദ്ദേഹം അബദ്ധങ്ങളാണ് അദ്ദേഹം ആ പതറിപ്പോയി. അത് സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിലേക്ക് ഒരു അവസാനം അവർ എത്തേണ്ടി വന്നു. അതേ സംഭവങ്ങൾ തന്നെയാണ് ആറന്മുളയിലും സംഭവിച്ചത്. എന്തായാലും സ്ഥാനാർത്ഥിയെ മാറ്റത്തില്ല, ഇവർ മൂന്നുപേരും തന്നെ അവിടെ മത്സരിക്കും. സ്ഥാനാർത്ഥികളുടെ നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇവർ തന്നെ ഇനി തന്നെ മത്സരിക്കാം. ഇവിടെ പിന്നെ അങ്ങനെ അമേരിക്ക പോലെ രീതിയിൽ ഇവിടെ അതായത് ഈ സംവാദം കഴിഞ്ഞിട്ട് അതിവേഗ ഇലക്ഷൻ വരെയാണ്. ആ അതാണ് സംവാദം കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടായിരുന്നത്. ഇത് ജനങ്ങളുടെ മനസ്സിൽ ഈ സംവാദം അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളെല്ലാം ഒരു സ്വാധീന ശക്തിയായി നിൽക്കുമെന്നുള്ളതാണ്. അല്ല അതാണ് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ വളരെ രാഷ്ട്രീയ പ്രബുദ്ധരായ ഒരു സമൂഹം തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ മന്ത്രി പതറി നിൽക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. ഈ എബിൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി പറയാൻ പറ്റുന്നില്ല. എബിൻ തന്നെ നന്നായി പഠിച്ചിട്ട് വന്നു അദ്ദേഹം ഓരോരോ പോയിന്റായിട്ട് എടുത്തിടുമ്പോൾ നമുക്കത് കാര്യം മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് വളരെ പ്രധാനമാണ്. ഈ പലപ്പോഴും നമ്മൾ ചാനൽ ചർച്ചകൾ കാണാറുള്ള ഒരു കാഴ്ച, ഈ കോൺഗ്രസിൻ്റെ പ്രതികളെ പങ്കെടുക്കുന്ന കുറേ ആളെങ്കിലും പതറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ചോദ്യം മറ്റപ്പുറത്തുള്ള ചോദ്യം വരുമ്പോൾ. പക്ഷേ എബിനെ പോലുള്ള ആൾ എന്ത് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ തന്നെ വളരെ കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നുണ്ട്. മറ്റേ ഇതുണ്ടല്ലോ, എറണാകുളത്തുള്ള ഒരു KPC ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ തന്നെ കൃത്യമായി മറുപടി പറയുന്നവരാണ്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കവരപ്രസംഗങ്ങളിലും യോഗങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുക്കുന്നവർ താരങ്ങളായി മാറുന്നത് ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇന്ന് അത് മാറി ചാനൽ ചർച്ചകളിൽ താരങ്ങളായിരുന്നവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും ആദ്യ റൗണ്ടിൽ അബിന് വളരെ വലിയ തോതിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ കുമ്മനം രാജശേഖരൻ ഇല്ലായിരുന്നെങ്കിൽ അവന് വ്യക്തമായൊരു മുൻതൂക്കം തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു ത്രികോണ മത്സര ചൂട്, അപ്പോൾ ഈ മുൻതൂക്കം വെച്ച് ഇനി അബിൻ മുന്നോട്ട് പോകണം. അതെ, ഇതിൽ നിന്നുള്ള ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ അബിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ചില കോൺഗ്രസ്സുകാർ പോസ്റ്റർ അടിച്ചു. അതിൻ്റെയൊക്കെ പിന്നിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട്. ഇനി അവർക്ക് പോലും അബിനെ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് നിർബന്ധരാണ്. അതെ, പുലിക്കുട്ടിയാണ് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായി കിട്ടിയതെന്ന് ഈ സംഭവത്തിലൂടെ പുള്ളി തെളിയിച്ചിരിക്കുകയാണ്.